നമ്മുടെ തോട്ടത്തിലെ ചീര ഒരുപാട് തവണ വിളവെടുത്തപ്പോഴേ അതിൻ്റെ മുകളിലേക്ക് കള പൊങ്ങിയിട്ട് ഇപ്പോൾ ചീര പൊങ്ങാത്ത അവസ്ഥ കേട്ടോ. കളകൾ നല്ലോണം വളർന്നിട്ടുണ്ട് കണ്ടോ. പുല്ല് നല്ല ഗ്രോത്തിലാണ് വളർന്നിട്ടുള്ളത്. നോമ്പായതുകൊണ്ട് തന്നെ പറിക്കാൻ കുറച്ച് നമുക്ക് ടാസ്ക്കാണ്. അപ്പോൾ എന്തായാലും നോമ്പ് കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കാന്ന് വെച്ച് അതിൻ്റെ ഇടയിലൊക്കെ നമ്മളിങ്ങനെ ഓരോ വെണ്ടത്തൈകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചീര തൈ നടുന്ന സമയത്ത് വെണ്ട വിത്തുകളും കൂടി അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ചിരുന്നു. അപ്പോൾ അതിങ്ങനെ മുളച്ച് വന്നാണ്. ഈ ചീര നമ്മൾ നട്ടിട്ടുള്ളത് പയറ് നട്ട തടത്തിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ തൈകൾ നട്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ വെണ്ടയുടെ വിത്ത് ഇട്ടായിരുന്നു. അപ്പോൾ അത് കാര്യമായിട്ടൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മരം തീരെ ഗ്രോത്ത് ഇല്ല. പക്ഷെ എല്ലാത്തിലും വെണ്ട കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളൊരു 3-4 വിളവെടുത്തിട്ടുണ്ട്. അടുത്ത സെറ്റിന് കുറച്ച് കൂടുതൽ വിളവെടുക്കാണ്ട്. വെണ്ട കാര്യമായിട്ടുള്ള നോട്ടൊന്നും വേണ്ടാന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അടുത്ത ഇതിൽ വെണ്ട മാത്രം നല്ല രീതിയിൽ നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കണ്ടോ, അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഇട്ടിട്ടുള്ളൂ. കാര്യമായിട്ടുള്ള വളമൊന്നും കൊടുത്തിട്ടില്ല, ഒന്നും നോക്കിയിട്ടില്ല. ഇത് നനക്കുമ്പോൾ അങ്ങനെ നന കിട്ടും, അത്രേ ഉള്ളൂ. അതിൽ ഇത്രത്തോളം കായ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നല്ലോണം നോക്കുകയാണെങ്കിൽ ശരിക്കും നല്ല കായ ഉണ്ടായി. കണ്ടോ, വെണ്ട ഇങ്ങനെ പൂവിട്ടിട്ടും കായായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടോ വിളവെടുത്ത 4 വെണ്ടയാണ് നമ്മുടെ കയ്യിലുള്ളത്. അങ്ങനെ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്താണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്തേക്കെ. നമ്മുടെ പുതിയ വീഡിയോസ് ഒക്കെ കിട്ടാൻ വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെ കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.